ഇസ്രായേലുമായി സംഘർഷം നിലനിൽക്കെ എരുതിയിൽ എണ്ണയൊഴിച്ച ഇറാൻ. ഹോർമുസ് കടലിടുക്കിൽ ഇസ്രായേലിന്റെ ചരക്കു കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. അതേസമയം കപ്പലിൽ അകപ്പെട്ട ഭാരതീയ പൗരന്മാരെ മോചിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. 2 മലയാളികൾ ഉൾപ്പെടെ 18 ഭാരതീയർ കപ്പലിൽ ജീവനക്കാരായി ഉണ്ടെന്നാണ് വിവരം. ടെഹ്റാനിലെയും ഡൽഹിയിലെയും ഇറാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഡമാസ്കസിൽ എംബസി ആക്രമിച്ചതിന്റെ പ്രതിഷേധമായാണ് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നിലപാടെടുത്തത്. കഴിഞ്ഞ 2 ദിവസമായി മേഖലയിൽ സംഘർഷം പുകയുകയാണ്. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇറാന് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെയാണ് ഹോർമോസ് കടലിടുക്കിൽ ഇസ്രായേലിന്റെ കച്ചവട കപ്പൽ ഇറാൻ പിടികൂടുന്നത്. MSC ഏറിയസ് എന്ന കണ്ടെയ്നർ കപ്പലാണ് ഇറാന്റെ കസ്റ്റഡിയിലായത്. അക്രമങ്ങൾ തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഉടൻ തന്നെ ഇസ്രായേൽ പ്രതിരോധ സേനയും അറിയിച്ചു. പിടികൂടിയ കപ്പലിൽ 2 മലയാളികൾ ഉൾപ്പെടെ 18 ഭാരതീയരായ ജീവനക്കാരുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാരതത്തിന്റെ ഇടപെടലും വിഷയത്തിൽ അനിവാര്യമായിരിക്കുകയാണ്. രാവിലെ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ മിസൈലുകൾ അയച്ചിരുന്നു. പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.